ഡൽഹിയിലെ സമരം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണെന്നും ഈ സമരം ജനകീയ മുന്നേറ്റമാക്കി മാറ്റുന്നതിനുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ടെന്നും യു പ്രതിഭ എംഎൽഎ അമൃത വാർത്തകളോട് പറഞ്ഞു. അവഗണനയ്ക്കെതിരെ കേരളം നടത്തുന്ന ഡൽഹി സമരത്തിൽ പങ്കെടുക്കാനെത്തിയ യു പ്രതിഭ എംഎൽഎ അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ്. ഈ ഒരു സമരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലൂടെ പോകുന്ന ഒരു രാജ്യത്ത് ആ ഫെഡറൽ സംവിധാനത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ട് ഒരു സംസ്ഥാനത്തോട് കടുത്ത വിവേചനം, സാമ്പത്തിക വിവേചനം കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നുണ്ട്. അത് പക്ഷേ പലപ്പോഴും പലർക്കും, അതായത് സാധാരണ ജനങ്ങൾക്കത് അറിയാൻ കഴിയുന്നില്ല. കേരളത്തിലാണെങ്കിൽ തുടർച്ചയായിട്ട് രണ്ടാമത് ഇടതുപക്ഷ സർക്കാർ വന്നതിൻ്റെ ഭാഗമായി തന്നെ ഒരു ഉപരോധം, സാമ്പത്തിക ഉപരോധം തീർത്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ, ഇപ്പം നമുക്ക് പല പദ്ധതികളുടെയും ഷെയറും കാര്യങ്ങളും എല്ലാം സെൻട്രലിൽ വരുന്നുണ്ട്. എന്നാൽ സെൻട്രൽ പറയുകയാണ് ഞങ്ങളിതൊക്കെ തരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു ആരും കാണാത്ത തരത്തിലേക്കുള്ള ഒരു സാമ്പത്തിക ഉപരോധം കേരളത്തിലുണ്ട്. അതിൻ്റെതായ കുറേ പ്രയാസങ്ങളിലൂടെ കേരളം പോകുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഒപ്പം കിട്ടാനുള്ളത് അവകാശങ്ങളാണല്ലോ, അത് ആരുടെയും ഉദാരിയല്ല, അത് നേടിയെടുക്കണം. അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു, ഞാൻ കുറേ കാലമായി പ്രവർത്തനം പാർലമെന്റ് രംഗത്തുണ്ട്. ഇത്തരമൊരു സമരത്തിലേക്ക് ഭാഗമാവാനായിട്ട് ആദ്യമാണ് അടക്കമുള്ള എല്ലാവരും, എല്ലാ ലീഡേഴ്സും ഇവിടെയുണ്ട്. അപ്പോൾ അതിനോടൊപ്പം മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാറ്റമുണ്ടായാലും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള നടപടികൾ പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കോൺഗ്രസ് വിട്ടുനിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനെ ഈ ഒരു എത്രമാത്രം ജനകീയ മുന്നേറ്റമാക്കി മാറ്റുന്നത്? തീർച്ചയായും വലിയ ജനകീയ മുന്നേറ്റത്തിൽ കേരളത്തിലെ മുഴുവൻ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനം ഒന്നിച്ച് എല്ലാ ജില്ലകളിലും ഐക്യദാർഢ്യ സമരങ്ങളുമായി ഒപ്പമുണ്ട്. ഇത് കേരളത്തിൽ ഇന്നിവിടെ ഡൽഹിയിൽ ജനപ്രതിനിധികൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ വരുമ്പോൾ കേരളത്തിൽ സമാനമായി എല്ലാ കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സന്ദേശം കേരളത്തിലെല്ലായിടും എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സമരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരം സമരം വിജയിപ്പിക്കുന്നതിന് പ്രയാസമുള്ളൊരു മുന്നണികൾ അത് ജനങ്ങളിൽ എത്തിക്കാനും അന്ന് കൃത്യമായി കഴിയാറുണ്ട്. പക്ഷേ ഈ ഒരു സമരത്തിൻ്റെ ഉദ്ദേശം തന്നെയാണ് കാര്യം ബോധ്യപ്പെടുത്തുക. പണമില്ല എന്ന് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പണം വരേണ്ട സോഴ്സസിനെ കുറിച്ച് കൃത്യമായി കണക്കുകൾ നിരത്തി, സത്യസന്ധമായ കണക്കുകൾ നിരത്തി ധനമന്ത്രി അടക്കം, കേരളത്തിലെ ധനമന്ത്രി അടക്കം പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത്തരൊരു സമരമായി മുന്നോട്ട് വന്നപ്പോഴാണ് കൂടുതൽ എല്ലാവരും ഒരു അറ്റൻഷൻ തീർച്ചയായിട്ടും ഈ സമരത്തിന് കിട്ടുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ പറ്റി പറയാൻ ഞാൻ ആളല്ല എങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ സാധാരണക്കാരെല്ലാവരും പറയുന്നുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇനി എന്ത് ചെയ്യാനാണ് എന്നുള്ളത്. കോൺഗ്രസ് നശിച്ചു പോകണം നമ്മളാരും ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ വളരെ ദുർബലമായ ഒരു മുന്നണിയായി ഇന്ന് UDF മാറിയിരിക്കുന്നു. വളരെ ദുർബലമാണ്. നല്ല കാര്യം ഞങ്ങൾ പലപ്പോഴും നിയമസഭയിൽ പറയുന്നുണ്ട്, എങ്ങനെയും നാട് പോട്ടെ, നശിച്ചു പോട്ടെ, എന്നാലും ഇവർ വീഴണം എന്ന് കരുതുന്ന ഒരു വൃത്തികെട്ട മനസ്ഥിതിയുണ്ട് കോൺഗ്രസിന്. അത് മാറണം. ഇന്നിപ്പം കണ്ടില്ലേ, ഇന്ത്യൻ നാടുകളിലെല്ലാം തന്നെ പ്രബല ശക്തിയായിട്ടിരുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഈ ചോദ്യം ചോദിക്കും നിങ്ങളുടെയൊക്കെ തന്നെ ഉള്ളിലുണ്ട്. കോൺഗ്രസ് അങ്ങനെ നശിച്ചു പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും കോൺഗ്രസ് സ്വയം തീരുമാനിച്ചു. ആ ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും ഈ ഒരു സമരത്തിൽ, കാരണം അവർ കൂടെ വന്നാൽ ജനങ്ങൾ മനസ്സിലാക്കും ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. കാരണം അപ്പോൾ അവിടെ കേരളത്തിൽ അവർക്ക് ഞങ്ങൾ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്രയും ഇടുങ്ങിയ ഒരു മനസ്സിൻ്റെ ഭാഗമാണ് അവർ വരാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു. കോൺഗ്രസ് ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇടുങ്ങിയ മനസ്സ് കാരണമാണെന്നും ഒപ്പം തന്നെ ഈ ഒരു പ്രതിഷേധം അത് വലിയൊരു ജനകീയ മുന്നേറ്റമായി തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകും എന്നും ആണ് യു പ്രതിഭ MLA പറയുന്നത്. ക്യാമറാമാൻ കെനി ഗ്രേഷ്യസിനൊപ്പം ആദർശ് തുളസീധരൻ, അമൃത ന്യൂസ്.